കട്ട് വർക്ക് സാരിയാണ്. അതും നല്ല സോഫ്റ്റ് കളറിലും സോഫ്റ്റ് മെറ്റീരിയലിലുമാണ് സാരി വന്നിരിക്കുന്നത്. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ ഈസിയാണ്. കാരണം ഹാൻഡ് വാഷ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്ന സാരിയാണ്. ഡബിൾ സൈഡും കട്ട് വർക്ക് ബോർഡർ വരുന്നുണ്ട്. നല്ല ഫ്ലോറൽ ഡിസൈൻസിൽ സെൽഫ് കളറിൽ തന്നെയാണ് കട്ട് വർക്ക് വന്നിരിക്കുന്നത്. സാരിയുടെ കളർ പറയുകയാണെങ്കിൽ നല്ലൊരു പിങ്ക് ആണ്. പിങ്കിൽ അതേ പിങ്ക് ടോണിൽ തന്നെ ഫ്ലോറൽ ഡിസൈൻസ് നല്ലൊരു മാംഗോ മോട്ടീവ്സിന്റെ പാറ്റേണിലാണ്. മാംഗോ മോട്ടീവ്സും ഫ്ലോറൽ ഡിസൈൻസും വന്നിട്ട് അതിൽ ഹണികോം പാറ്റേണിൽ അതേ ആ ഒരു പിങ്ക് ടോണിൽ തന്നെ ആയിരിക്കും കട്ട് വർക്ക് വരുന്നത്. രണ്ട് സൈഡും അപ്പറും ലോവറും എല്ലാം ഇതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും. ഈ ഒരു സ്റ്റൈലിലാണ് ആ കട്ട് വർക്ക് വരുന്നത്. ബോഡിയിലും ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് വരുന്നുണ്ട് സെയിം ടോണിൽ തന്നെ. ഈ ഒരു പേസ്ട്രി ഡിസൈൻസിൽ ഹണികോമിലുള്ള കട്ട് വർക്ക് ആയിരിക്കും വരുന്നത്. ബോഡിയിൽ വരുമ്പോൾ അതിന് തന്നെ ടൈനി മോട്ടീവ്സ് ആയിരിക്കും ബോഡിയിൽ വരുന്നത്. ലീഫ് പാറ്റേണിലുള്ള മോട്ടീവ്സ് ആണ് ബോഡിയിൽ വരുന്നത്. സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ, സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക്. രണ്ട് സൈഡും അപ്പറും ലോവറും സെയിം പാറ്റേൺ. മുന്താണി വരുമ്പോഴും അതേ കട്ട് വർക്ക് തന്നെയാണ് സാരിയുടെ പല്ലുവിൽ വരുന്നത്. റണ്ണിങ് ആണ് ബ്ലൗസ് വരുന്നത്. സെയിം ടോണിൽ തന്നെ ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ആയിരിക്കും, പ്ലെയിൻ ബ്ലൗസ്. എല്ലാം നല്ല നല്ല കളേഴ്സിലാട്ടോ. ഫുൾ ഓപ്പൺ ആക്കുന്നില്ല, ഇതായിരിക്കും ലുക്ക് വരുന്നത്. രണ്ട് സൈഡും ബോർഡറും പല്ലും എല്ലാം കട്ട് വർക്കിൽ തന്നെ നല്ലൊരു ടീൽ ഗ്രീൻ ആണ് നെക്സ്റ്റ് സാരിയുടെ കളർ വരുന്നത്. സെയിം സ്റ്റൈൽ തന്നെ പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ നല്ലൊരു ചിക്കു ടോൺ ആണ്, ഒരു ബേജ് ബ്ലെൻഡഡ് ചിക്കു. ബേജും ചിക്കും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ ഷെയ്ഡ്. അതേ ടോണിൽ തന്നെ എല്ലാ സാരീസിനും അതേ സെൽഫ് കളർ തന്നെയാണ്. അതാണ് ആ സാരിയുടെ ഭംഗി. ഫുൾ ആ ഒരു സെൽഫ് ടോണിൽ തന്നെയുള്ള ഫ്ലോറൽ ആ ഒരു മാംഗോ മോട്ടീവ്സ് വന്നിട്ട് ഹണികോം പാറ്റേണിലെ കട്ട് വർക്ക് ആണ്. ഫുൾ ബോഡി വരിക, സെയിം സ്റ്റൈൽ പല്ലു, പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ നല്ലൊരു ലാവൻഡർ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ലാവൻഡർ ടോണിലും അതേ ടോണിൽ തന്നെ ആയിരിക്കും കട്ട് വർക്ക് ബോർഡർ വിത്ത് പല്ലു. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ നല്ലൊരു പേസ്റ്റൽ കളർ പാലറ്റിലാണ് വന്നിരിക്കുന്നത്. ഒരു ബ്ലെൻഡഡ് ടോൺ ആണ്. ഒരു പീച്ചും പേസ്റ്റൽ പീച്ചും വന്നിട്ടുണ്ട്, ഒരു ഡസ്റ്റി പിങ്കും വന്നിട്ടുണ്ട്. ബ്ലെൻഡഡ് ടോണിലുള്ള നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. സെയിം ടോണിൽ തന്നെ സെൽഫ് കളറിൽ തന്നെ ആയിരിക്കും ഹണികോം പാറ്റേണിൽ കട്ട് വർക്ക് വിത്ത് പല്ലു, പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ ഒരു പീകോക്ക് ബ്ലൂ ആണ് സാരി വന്നിരിക്കുന്നത്. അതേ ടോണിൽ തന്നെ കട്ട് വർക്ക് തന്നെ സെയിം പാറ്റേൺ, പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ നല്ലൊരു ലോട്ടസ് പിങ്ക് ആണ് സാരി വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ ആ ഒരു സെൽഫ് കളറിൽ തന്നെയായിരിക്കും ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു കട്ട് വർക്ക് വരുന്നുണ്ട്. ഫ്ലോറൽ മോട്ടീവ്സ് ആണ് എല്ലാ സാരിയുടെയും ഒരു ബോഡി കംപ്ലീറ്റ് വരുന്നുണ്ട്. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ആയിരിക്കും. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ നല്ലൊരു ഡീപ്പസ്റ്റ് മെറൂൺ ആണ് സാരിയുടെ ടോൺ വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ വർക്ക് തന്നെയാണ്. ആ ഒരു മാംഗോ മോട്ടീവ്സും പേസ്ട്രി ഡിസൈൻസിന്റെ ഫ്ലോറൽ ഡിസൈൻസിലുമാണ് കട്ട് വർക്ക് വരുന്നത്. പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് ടോൺ പറയുകയാണെങ്കിൽ ഇതൊരു ബ്ലെൻഡഡ് ടോണിലുള്ള സാരി വന്നിരിക്കുന്നത്. ഒരു മെഹന്തി ഗ്രീൻ വന്നിട്ടുണ്ട്, ബ്രൗണും വന്നിട്ടുണ്ട് സാരിയിൽ. ഒരു ഡ്രൈ മെഹന്തി ഗ്രീനിന്റെ ഒരു കളർ ഉണ്ടല്ലോ, ആ ഒരു ഷെയ്ഡിലാണ് സാരി വന്നിരിക്കുന്നത്. നല്ല കളറാണ്. സെയിം സ്റ്റൈലിൽ തന്നെ സെൽഫ് കളറിൽ തന്നെയാണ് എല്ലാ സാരീസിനും. ആ കട്ട് വർക്ക് ബോർഡർ, മുന്താണി, പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ കോറൽ പീച്ച് ആണ് സാരി വന്നിരിക്കുന്നത്. കോറൽ പീച്ചിലും സെയിം സ്റ്റൈലിൽ തന്നെ എല്ലാ കളേഴ്സും നല്ല നല്ല ഷെയ്ഡാട്ടോ. സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും കട്ട് വർക്ക് വരിക വിത്ത് പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ ടീൽ ഗ്രീൻ തന്നെയാണ്. നല്ലൊരു അക്വാ ഗ്രീനും ടീൽ ഗ്രീനും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ. ഇതിന് ആ കട്ട് വർക്ക് പാറ്റേൺ ഡിസൈനിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലായിരിക്കും ബോഡിയിൽ. ഈ ഒരു പാറ്റേണിലാണ് ബോഡിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരിക. ഈ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആ ഒരു ടീൽ ഗ്രീൻ ആൻഡ് വൈറ്റ് ഡ്യുവൽ ടോണിലാണ് എംബ്രോയിഡറി വർക്ക് വന്നിട്ട്. കട്ട് വർക്ക് പാറ്റേൺസ് വരുന്നതും ഡ്യുവൽ ടോണിൽ തന്നെ ആയിരിക്കും. ഇതായിരിക്കും ആ ഒരു കട്ട് വർക്കിന്റെ ഡിസൈൻസ് വരിക. ബോർഡർ വരുമ്പോൾ ഈ ഒരു പാറ്റേൺ വരും. ബോഡി വരുമ്പോൾ ഈ ഒരു ലുക്കിലായിരിക്കും വരുന്നത്. ഒരു ഓഫ് വൈറ്റും ടീൽ ഗ്രീനും കൂടി ആയിരിക്കും ഒരു കട്ട് വർക്ക് വരുന്നത്. അതേ ലീഫ് പാറ്റേണിൽ തന്നെ ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. പല്ലു സെയിം സ്റ്റൈൽ, ബ്ലൗസ് വരുന്നത് പ്ലെയിൻ തന്നെയാണ്. അടുത്ത കളർ വീണ്ടും ആ ഒരു പിങ്ക് തന്നെ വന്നിരിക്കുന്നത്. ഒരു ലാവൻഡർ ബ്ലെൻഡഡ് ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ കട്ട് വർക്ക് എല്ലാം സെയിം പാറ്റേൺ. ഓഫ് വൈറ്റ് ആൻഡ് ഒരു പിങ്കിലായിരിക്കും കട്ട് വർക്ക് വരിക. ഫ്ലോറൽ ഡിസൈൻസ് ആണ് ത്രൂ ഔട്ട് ദ ബോഡി, പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ ആ ഒരു ബേജ് ടോൺ, ബേജ് ബ്ലെൻഡഡ് ചിക്കു തന്നെ സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിലായിരിക്കും കട്ട് വർക്ക് വരിക, പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ ലാവൻഡർ, സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിലാണ് കട്ട് വർക്ക് വരുന്നത്. പല്ലു, പ്ലെയിൻ ബ്ലൗസ്. വളരെ സോഫ്റ്റ് മെറ്റീരിയലിലും നല്ല സോഫ്റ്റ് കളേഴ്സിലും വന്ന കട്ട് വർക്ക് സാരീസ് ആയിരുന്നു. ഫാബ്രിക് സെമി സിൽക്ക് ആയിരുന്നു സാരിയുടെ ഫാബ്രിക്. ഇത് ലാസ്റ്റ് സാരി ആട്ടോ. ഇതും ആ ഒരു ബ്ലെൻഡഡ് ടോൺ ആണ്. ഒരു ഡസ്റ്റി പിങ്ക് ആൻഡ് പീച്ച് ബ്ലെൻഡഡ് ഷെയ്ഡിൽ നല്ലൊരു പേസ്റ്റൽ കളറിലാണ് സാരി വന്നിരിക്കുന്നത്. സെയിം അതേ ടോണിൽ തന്നെ സെൽഫ് കളർ ആൻഡ് ഒരു ഓഫ് വൈറ്റ് ഉള്ള പാറ്റേണിലാണ് സാരിയിലെ കട്ട് വർക്ക് ഡിസൈൻസ് വരുന്നത്. രണ്ട് സൈഡും അപ്പറും ലോവറും ബോഡി മുന്താണി വരുന്നതും അതേ സ്റ്റൈലിൽ തന്നെ എൻറ്റയർ ബോഡിയിലും ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആണ് സാരിക്ക് വരുന്നത്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും.